അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാം എൻ അമ്മയോടൊപ്പം. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാം എൻ അമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഹെറോദോസിനെ പേടിച്ച് ഈജിപ്തിൽ ഒളിച്ചോടിയപ്പോൾ ആദ്യമെത്തിയത് ഹെലിയോപോളിസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന സ്ഥലത്താണ് അവർ ഈജിപ്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ താമസിച്ചത്. ആ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കിണറുണ്ട്. വിശന്ന് ദാഹിച്ച് യാത്രാക്ഷീണമായി ഈജിപ്തിലെ ഗ്രാമത്തിലെത്തിയപ്പോൾ പരിചയമില്ലാത്ത ഗ്രാമവാസികൾ ഇവർക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗ്രാമത്തിൽ ഇപ്പോഴും മാതാവിൻ്റെ ജന്മത്തിരുന്നാളിനും സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്നൊക്കെ ഓവനിൽ കേക്ക് വെച്ചാൽ പാതി വേവിനപ്പുറം എത്ര വേവിച്ചാലും പോകില്ലെന്നാണ് ആ ഗ്രാമവാസികൾ പറയുന്നത്. ഞാൻ ഒരു തവണ പോയപ്പോൾ കുറച്ച് അപ്പം കൊണ്ടുവന്ന്, ഇനി പോകുമ്പോൾ കൊണ്ടുവന്ന് ഗസമിൽ എത്തിച്ചോളാം. നിങ്ങൾ വലിയ മരിയ ഭക്തരാണെന്ന് എനിക്കറിയാം. വേവാത്ത അപ്പം. മാതാവിന് ആഹാരം നിഷേധിച്ചപ്പോൾ ഇന്നും അവിടെ എന്താണ്, അപ്പം വേവുന്നില്ല ചില സമയങ്ങളിൽ. ഫ്രാൻസിസ് അസീസിക്ക് പ്രലോഭനമുണ്ടായപ്പോൾ ഇറ്റലിയിൽ കാണാമത് അല്ലേ, റോസാ ചെടിയുടെ മുകളിലൂടെ ഉരുണ്ടപ്പോൾ ആ ചെടിക്കിപ്പോഴും എന്തില്ല, മുള്ളില്ല. അതുപോലെ ഈ ഗ്രാമത്തിൽ അപ്പം വേവണില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരു കിണർ ഉണ്ട്. അത് ചരിത്രം പറയുന്നത് ജീസസ് മെയ്ഡ് ദാറ്റ് വെൽ ഫോർ ഹിസ് പാരൻസ് എന്നാണ്. യേശു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് താങ്ങി നിർത്തുന്നവന് ഒരു കിണറുണ്ടാക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്നാണ് വെള്ളം കോരി ഈശോയെ കുളിപ്പിച്ചതും. ആ ഈശോയെ കുളിപ്പിച്ച കൽത്തൊട്ടിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ യേശുവിനെ ഉറക്കാൻ കിടത്തിയൊരു സ്ഥലമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മരം അവിടെ നിൽപ്പുണ്ട്. വലിയ പ്രായമായതുകൊണ്ട് ഇലകളൊന്നുമില്ല, അങ്ങനെ വളഞ്ഞാണ് നിൽക്കുന്നത്. ആ മരത്തിലൊരു ഇംഗ്ലീഷിലും അറബിക്കിലും ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഇത് വിർജിൻ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയത്, കന്യകയുടെ മരം. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ മരത്തിൻ്റെ താഴെ നിൽക്കാൻ നേരത്ത് കുറേ ടൂറിസ്റ്റുകളുണ്ട്. അവിടെ ഒരു ഈജിപ്ഷ്യൻ ഗൈഡുണ്ട്. അവന് കിട്ടേണ്ട പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തതുപോലെ അവൻ ഈ ചരിത്ര പശ്ചാത്തലം ഈ മരത്തെക്കുറിച്ച് പറഞ്ഞു തരും. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തിരുക്കുടുംബം ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ വിശപ്പും ദാഹമൊക്കെ ആയപ്പം പരിശുദ്ധ കന്യകാമറിയം ഈ മരത്തണലിൽ ഇരുന്നെന്നാണ് പറയുന്നത്. സിക്കമൂർ മരമായിരുന്നു, നേരെ പോകുന്ന മരം. നമ്മുടെ ചേട്ടൻ അതിൻ്റെ മുകളിൽ ഒരിക്കൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ഈ മരത്തിൻ്റെ താഴെ മാതാവ് ഇരിക്കുകയാണ്. ഭക്ഷണമില്ല, യാത്രാക്ഷീണം, താമസിക്കാൻ ഇടമില്ല, കയ്യിൽ കുഞ്ഞ്. അമ്മയ്ക്കൊരു പരാതിയുമില്ല. അതാണ് പരിശുദ്ധ കന്യകാമറിയം സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ തീർത്ഥാടനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയായി തീരണമെങ്കിൽ അമ്മ നടന്ന വഴികളെക്കുറിച്ച് പഠിക്കണം. ഈ ലോകത്തിൽ ഒന്നുമില്ലാതായപ്പോഴും അമ്മ പരാതിയില്ല, ആരോടും പരാതിയില്ല. ഈ മരത്തിൻ്റെ താഴെ ഇരുന്ന് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മരച്ചില്ലകളുടെ ഇടയിലൂടെ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ രശ്മികൾ മാതാവിൻ്റെ തലയിലും യേശുവിൻ്റെ കണ്ണിലും പതിക്കാൻ തുടങ്ങിയപ്പോൾ മരം പോലും ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ആരാണ് ഇരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് താങ്ങി നിർത്തുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവും അവൻ്റെ അമ്മയും അപ്പനുമാണല്ലോ. നേരെ നിന്ന മരം സ്വയം വളഞ്ഞ് ഈ തിരുക്കുടുംബത്തിൻ്റെ തലമുകളിൽ സംരക്ഷണം നൽകി എന്നാണ് പറയുന്നത്. പൈസയുള്ളവർ ഒരു യാത്രയ്ക്ക് പോക്കോ ഈജിപ്തിൽ മാതാവിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട്. വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് അതിനത് വിർജിൻ ട്രീ എന്ന് പേരിട്ടിരിക്കുന്നത്.
പിന്നൊരു സ്ഥലം അപ്പുറത്തുണ്ട്, അവിടെ കുറേ പാറ കഷ്ണങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഗൈഡ് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ടാണ് മാതാവ് ഔസേപ്പിതാവ് യേശുവിനെ കയ്യിൽ പിടിച്ചൊക്കെ പ്രാർത്ഥിച്ചത്. പാറാ പ്രാർത്ഥന മാതാവിൻ്റെ സന്ദേശമാണ്. പാറാ പ്രാർത്ഥന. അതെൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. ഈ പാറയുമായി ബന്ധപ്പെടുത്തി ഈശോ ഒരു വചനം പറഞ്ഞിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം അരിച്ചു പെറുക്കിയപ്പോൾ 17:21 തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് വന്ന് പറയും, കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ, അടയാളങ്ങൾ പ്രവർത്തിച്ചില്ലേ? അവരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. എന്തെന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് വീണുപോയില്ല, കാരണം അത് പാറമേൽ പണിതതായിരുന്നു. എന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ചെവി ഉള്ളവൻ ചെവി ഉള്ളവൾ കേൾക്കട്ടെ. ഈ ഗസ്സമൻ മരിയൻ കൺവെൻഷൻ തീരുമ്പോൾ പാറമേൽ ഭവനം പണിത പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെയും ഭവനങ്ങൾ പാറമേൽ ഭവനം പണിതതുപോലെ ആയിത്തീരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, വചനമാകുന്ന പാറമേൽ ജീവിതത്തെ പണിതുയർത്തുക. നാളെ മണ്ണോട് മണ്ണ് ചേരുന്ന ശരീരത്തിന് ഏറ്റവും വിശിഷ്ടമായ വിഭവങ്ങൾ കണ്ടെത്തി മറക്കാതെ ശരീരത്തിന് കൊടുക്കാൻ ഒരു മറവിയുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ മണ്ണിനപ്പുറമേറേണ്ട നമ്മുടെ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കാൻ ഈ ധ്യാനത്തിലൂടെ ആത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. ഞാനിവിടെ ഒരു ആ ഫ്രണ്ട് സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി ചാലക്കുടിക്കടുത്തുണ്ട്, ബ്രദർ ഡിവൈനിൽ പോകുമ്പോൾ ചേച്ചി ഒന്ന് കാണണം. വിധവയാണ്, ഭർത്താവ് മരിച്ചിട്ട് കുറച്ചായി. ഞാനത് മാനിച്ച് ചേച്ചിയുടെ വീട്ടിൽ പോയി. നല്ലൊരു ചേച്ചി, നല്ല പ്രസാദവരമുണ്ട് മുഖത്ത്, നല്ല ഫേസ്, പ്രായമുണ്ട്, തനിച്ച. വിശേഷം ചോദിച്ച് 3 മക്കളാണ്, ഒരു മകളും 2 ആൺകുട്ടികളും. മകൾ അമേരിക്കയിൽ സെറ്റിലായി. ആൺകുട്ടികളിൽ 2 പേരിൽ ഒരാൾ ഇളയവൻ അച്ഛനാവണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ കപ്പൂച്ചൻ സഭയിൽ ചേർന്ന് കപ്പൂച്ചൻ അച്ഛനായി. ചേട്ടൻ ആ സമയത്ത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ബാംഗ്ലൂരിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യണം. അനിയൻ്റെ വിളി കണ്ട്, അനിയൻ്റെ വൈദിക ജീവിതം കണ്ട് ആകൃഷ്ടനായി നേഴ്സ് ചേട്ടൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മച്ചേ എനിക്കും അച്ഛനാവണം. അങ്ങനെ ചേട്ടനും കപ്പൂച്ചൻ സഭയിൽ അച്ഛനായി. ഞാൻ ആ അമ്മച്ചിയുടെ കൈ പിടിച്ചൊരു ഉമ്മ കൊടുത്ത് പറഞ്ഞു, അനുഗ്രഹീത കൈ എന്നാ പറഞ്ഞത്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, മക്കളെ ഈ ദൈവവിളിയിലേക്ക് നയിക്കാൻ അമ്മച്ചി എന്തുട്ടാ ചെയ്തത്? തൃശ്ശൂർ സ്റ്റൈലിൽ എപ്പോഴും പറയും, എന്തുട്ടാ ചെയ്തത്? അമ്മച്ചി പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട് 5 കാര്യങ്ങൾ. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, കുർബാന സ്വീകരിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കൊന്ത വ്യക്തിപരമായ പ്രാർത്ഥന, എന്താണ് ജപമാല പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, എല്ലാ ദിവസവും വചനം വായിക്കണം, 3, ആഴ്ചയിലൊരു ദിവസം ഉപവസിക്കണം, മാസത്തിൽ1 തവണയെങ്കിലും കുമ്പസാരിക്കണം. ഇത് ഞാൻ മുടങ്ങാതെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ പരിശീലിപ്പിച്ചിട്ടുള്ള 5 കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. മെഡ്ജുഗൊറയിൽ മാതാവ് നൽകിയ സന്ദേശമുണ്ട് കേട്ടോ. ഈ കാലഘട്ടത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ബോസ്നിയയിലെ മെഡ്ജുഗൊറയിലെ സന്ദേശം ഇതാണ്: ക്രൈസ്തവ വിശ്വാസികൾ മറക്കാതെ യേശുവുമായ ബന്ധത്തിൽ വളരുവാനും ആഴപ്പെടുവാനും അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. മാതാവ് പറഞ്ഞത്, ഇസ്രായേലിനെതിരെ ഉയർന്ന ഗോലിയാത്തിനെതിരെ സകല ആയുധങ്ങളും മാറ്റിവെച്ച് ദാവീദ് എന്ന് പറയുന്ന ചെറുക്കൻ ദൈവം എടുക്കാൻ പറഞ്ഞ ആയുധങ്ങൾ എടുത്തു. പുഴയില് മിനുസമുള്ള 5 കല്ലുകൾ എടുക്കാൻ പറഞ്ഞ്
40 ദിവസങ്ങൾ ഗോലിയാത്ത് ഇസ്രായേലിനെതിരെ എങ്ങനെ നിൽക്കാണ്. എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളാകാം, നിങ്ങളെ തോൽപ്പിച്ചാൽ നിങ്ങൾ ഫിലിസ്തീനയുടെ അടിമകളായി തീരണം. മാതാവിൻ്റെ സന്ദേശം ഇതാണ്. ഗോലിയാത്ത് എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ ഇന്ന് അലറുന്ന സിംഹത്തിലെ പോലെ വരുന്ന പൈശാചിക ശക്തികളാണ്. അതിനെതിരെ എന്തായുധമാണ് എടുക്കേണ്ടതെന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ട്. 5 ചെത്തിമിനുക്കിയ കല്ലുകളാണ് ഈ മെഡ്ജുഗുറെ മെസ്സേജ് ഒന്നും അറിയാത്തൊരു പാവപ്പെട്ട അമ്മച്ചി പറഞ്ഞത്. മെഡ്ജുഗുറെ ടോക്കുകളൊന്നും കേൾക്കാത്ത 2 വൈദികർക്ക് വിളി കൊടുത്ത ഒരമ്മ പറഞ്ഞത് ഇതാണ്: ഈ 5 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ മൈൻഡ് കടന്നു പോയത് മെഡ്ജുഗുറയിൽ ഇന്ന് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇതാണ്. ആധുനിക ലോകത്ത് ഗോലിയാത്തിനെതിരെ വിശ്വാസികൾ എടുക്കേണ്ട 5 ചെത്തിമിനുക്കിയ കല്ലുകൾ. 1, പ്രാർത്ഥന. അത് വ്യക്തിപരമായ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. പ്രാർത്ഥനയാകുന്ന ശക്തി ഒന്നാമത്തെ കല്ല്. 2ാമത്തെ കല്ല് ദിവ്യകാരുണ്യം എന്നുള്ള കല്ല്. 3ാമത്തെ കല്ല് ഉപവാസം എന്നുള്ള കല്ല്. 4ാമത്തെ കല്ല് വചനമാകുന്ന പാറമേൽ ജീവിതം പണിതുയർത്തുക. 5ാമത്തെ കല്ല് എന്താണ്? മാസത്തിൽ ഒരു തവണയെങ്കിലും, ഒരു തവണയെങ്കിലും, എത്ര തവണയും കുമ്പസാരിക്കാം, ഒരു തവണയെങ്കിലും. ആമേൻ. അതുകൊണ്ട് ഈ കൺവെൻഷൻ വചനമാകുന്ന പാറമേൽ ജീവിതം പണിതുയർത്തുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മെ അഭിഷേകം ചെയ്യട്ടെ. ഈജിപ്തിലെ ജീവിതം യേശുവിനെ കൂടുതൽ അറിയുവാൻ തിരുവചനങ്ങളിലൂടെ, സഭാത്മകമായ പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. 85 എൻ്റെ അപ്പൻ്റെ സർവീസ് അവിടെ തീർന്നു. വീട്ടുകാരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വന്നു. പഠിച്ച അറബിക് കോളേജിൽ വെച്ച് പരിചയപ്പെട്ടൊരു കമ്പനി ഡയറക്ടർ മുഖേന ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടി. കർത്താവിനെ കുറച്ച് നാൾ കൂടി ഈജിപ്തിൽ തനിച്ച് താമസിക്കാനായിട്ട് അവസരം തന്നു. 85 ജനുവരിയിലാണ് യേശുവിനെ മാമോദിസായിലൂടെ സ്വീകരിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്നത്. ദിവ്യകാരുണ്യം എന്നുള്ള അത്ഭുതമാണ് എന്നെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത്. ദിവ്യകാരുണ്യം എന്നുള്ള മഹാ അത്ഭുതം ആദ്യമായിട്ട് ഈശോ വയറിൻ്റെ അപ്പത്തിന് വേണ്ടി വന്നവരുടെ മുൻപിൽ പങ്കുവെച്ചപ്പോൾ ബൈബിളിൽ പറയുന്ന 2 ഗ്രൂപ്പ് അവിടെ ഉണ്ടായി. ഒരു ഗ്രൂപ്പ് പെറുപെറുത്ത് യേശുവിൽ നിന്നും പോയി പിന്നീട് ഒരിക്കലും യേശുവിൻ്റെ കൂടെ നടന്നില്ല. അടുത്ത ഗ്രൂപ്പ് കൂടെ നടന്ന 12 എണ്ണം പോകുന്നവരോടൊപ്പം പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അവരോടും യേശു പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, പക്ഷേ എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ എൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാതെ എന്നെ അനുഗമിക്കാൻ പറ്റില്ല. പീറ്റർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ പീറ്ററിൻ്റെ കണ്ണിലേക്ക് നോക്കി യേശു ഒന്നുകൂടി പറഞ്ഞു, പീറ്ററെ, വയറൊന്നിനും കൊള്ളില്ല, ആത്മാവാണ് ജീവൻ എന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വയറും ആത്മാവും എന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും കർത്താവേ, നിത്യജീവൻ നിന്റെ പക്കൽ ആണല്ലോ. 37 വർഷങ്ങൾക്ക് മുൻപ് വയറും ആത്മാവും എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും ചാടി എഴുന്നേറ്റു. എവിടെ പോകും കർത്താവേ, നിത്യജീവൻ നിൻ്റെ പക്കൽ ആണല്ലോ. അങ്ങനെ മാമോദിസയുടെ ആദ്യ ചിന്ത 85 ജനുവരി. എന്നാൽ ഇതെൻ്റെ ആത്മീയ ഗുരുവിനോട് പങ്കുവെക്കാൻ 1 കൊല്ലം എടുത്തു. കാരണം മാമോദിസയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മുൻപിലൊരു പ്രതിസന്ധി ഇങ്ങനെ മല പോലെ നിൽക്കുകയാണ്. കാരണം മതം മാറിയാൽ എൻ്റെ വീടും നാടും എന്നെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. 1 കൊല്ലം എടുത്തു. പ്രാർത്ഥന സഹായിച്ചു, ആത്മീയ ഗുരു സഹായിച്ചു, വചനം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഈ മല മാറാൻ. നിധി അടങ്ങുന്ന വയൽ കണ്ടെത്തുന്നവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി അടങ്ങുന്ന വയൽ വാങ്ങിക്കാത്തവൻ ആരുണ്ടെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ നക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? നിധിയായി കരുതുന്നതെല്ലാം വിൽക്കണം. അതാണ് പൗലോസിൻ്റെ ഭാഷ. യേശുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ലാഭമായി കരുതുന്നതെല്ലാം ചപ്പും ചവറും ഉച്ഛിഷ്ടം പോലെ ഞാൻ മാറ്റിവെക്കും. അപ്പോൾ അടുത്തൊരു ചോദ്യം ഈശോയോട്, ഉള്ളതെല്ലാം വിറ്റാൽ എന്ത് കിട്ടും?
കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തെ പ്രതി നീ നിൻ്റെ അപ്പനോ അമ്മയോ വീടോ സ്ഥലമോ നിലമോ സ്വത്തോ എന്തുപേക്ഷിക്കേണ്ടി വന്നാലും ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ 100 മടങ്ങ് നിത്യജീവൻ, അതിൻ്റെ കൂടെ കുറേ സഹനവും നിനക്ക് കിട്ടും. ഇത് 3 കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ യേശുവിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത്. 85 ഡിസംബർ ദി ഫസ്റ്റ് അഡ്വെൻറ്റ് സൺഡേ കുർബാന കഴിഞ്ഞ് എൻ്റെ ആത്മീയ ഗുരു ഫാദർ അരല്ലാനയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, വരുന്ന ക്രിസ്മസിന് മുൻപ് എനിക്ക് മാമോദിസ വേണം. അച്ഛൻ ഈജിപ്തിലെ നിയമങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച്, മുസ്ലിം കൺവെർഷൻ ഇവിടെ നടക്കില്ല, ഒരു വിജാതീനോ വിദേശീയനോ പള്ളിയിൽ വെച്ച് എന്ത് കുദാശ കൊടുക്കണമെങ്കിലും പള്ളി ആ വ്യക്തിയുടെ പേര് ലോക്കൽ പോലീസിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. എൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപേക്ഷ എല്ലാം കൊടുത്തു. അത്ഭുതകരമായി എൻ്റെ മാമോദിസ അപ്രൂവ് ചെയ്തു. ആ പള്ളിയിൽ വെച്ച് 2-3 ഞായറാഴ്ച വിളിച്ച് പറഞ്ഞ് 85 ഡിസംബർ 22 ഞാൻ എന്നും പോകാറുള്ള വൈകുന്നേരത്തെ 6 മണി കുർബാനയുടെ മധ്യേ എൻ്റെ മാമോദിസ ക്രമീകരിക്കപ്പെട്ടു. ആ പള്ളിയിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മാനിച്ച്, ചെറിയ കുട്ടിയല്ലാത്തത് കൊണ്ടും വലിയ ആളായതുകൊണ്ടും ആരുടെയെങ്കിലും കയ്യിൽ കിടന്ന് മാമോദിസ മുങ്ങാനുള്ള യോഗം എനിക്കുണ്ടായില്ല. മറിച്ച് നട്ടലുയർത്തി നടന്ന് നീങ്ങി ആ കുർബാനയുടെ മധ്യേ എൻ്റെ തലയിൽ മാമോദിസ വെള്ളം വീണു. അങ്ങനെ ഈജിപ്തിലെ ആ ചരിത്ര പുസ്തകത്തിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ വിജാതീയൻ്റെ മാമോദിസ രേഖപ്പെടുത്തി. ആ റെക്കോർഡ് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി കർത്താവ് വരുന്നത് വരെ അത് ബ്രേക്ക് ചെയ്യോ എന്നെനിക്കും അറിയത്തില്ല. ആമേൻ. അന്ന് തന്നെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഞാൻ ആദ്യമായി സ്വീകരിച്ചു. ആ ശരീരത്തിലും രക്തത്തിലും എൻ്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമായ യേശു എത്രയോ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. 86 ഏപ്രിൽ സ്ഥൈര്യലേപനം, 1 കൊല്ലം അഗ്നിശോധന പരീക്ഷണങ്ങൾ. 87 അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലും നാട്ടിലും എത്തി. മാനസാന്തരപ്പെട്ട മകനെയും കാത്തൊരു വീടും നാടും കാത്തിരിക്കുകയാണ്. ഞാനൊന്നും വീട്ടുകാരോട് മറച്ചു വെച്ചിട്ടില്ലായിരുന്നു. 2 ആഴ്ച വീട്ടിൽ താമസിച്ചു. ഒരു സിസ്റ്ററുടെ കല്യാണാലോചന ഒന്നൊന്നായി മുടങ്ങുന്നു. എൻ്റെ മാമോദിസ ദൈവമേ എന്ന് വിളിച്ചു. അങ്ങനെ ഒരു മെഡിക്കൽ കമ്പനിയുടെ ജോലിയുമായി കർത്താവ് എന്നെ എന്തുട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു. തൃശ്ശൂരിൽ ഒരു പരിചയമില്ല. കുർബാനയ്ക്ക് പള്ളി അന്വേഷിച്ചപ്പം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന പുത്തമ്പള്ളി ബസിലിക്ക. കുർബാന കഴിഞ്ഞ് വികാരി അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അച്ഛൻ മാമോദിസ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞ് അത് കൊടുത്തു. അച്ഛൻ എന്നെയും കൂട്ടി നേരെ പോയത് ബിഷപ്പ് ഹൗസിലേക്കാണ്. പുഞ്ചിരിക്കുന്ന ആദ്യത്തെ കേരളത്തിലെ പിതാവിനെ ഞാൻ കണ്ടു, കുണ്ടുകുളം പിതാവ്. കുറേ ഉപദേശങ്ങളൊക്കെ തന്നു. അങ്ങനെ പുത്തമ്പള്ളി ഇടവകക്കാരനായി. 90-ൽ ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം കൂടി. ബാക്കി ഞാൻ പറഞ്ഞു. ഇപ്പം വിവാഹിതനാണ്. കുടുംബജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു 1/2 ഡസൻ മക്കളെ ദൈവം തന്നു. 4 പെൺപിള്ളരും 2 ആൺപിള്ളരും. മൂത്തവളുടെ കല്യാണം ഓഗസ്റ്റ് 17-നായിരുന്നു. നൗ ഷീസ് ഇൻ ബഹ്റൈൻ. ബാക്കിയൊക്കെ പഠിക്കണം. ഏറ്റവും ഇളയവൻ 8ാം ക്ലാസ്സിൽ. 2000 മധ്യസ്ഥ പ്രാർത്ഥനയിൽ ജപമാല നിർമ്മിക്കാൻ മാതാവ് പറഞ്ഞു. ക്യൂൻ മേരി റോസറി എന്ന പേരിൽ ഇപ്പം ജപമാല നിർമ്മാണമുണ്ട്. 10-18 ഗ്രൂപ്പുകളിലായിട്ട് ആ ജപമാല നാട്ടിൽ കിട്ടത്തില്ല. US, യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അത് അയക്കുന്നു. വട്ടാലച്ചൻ്റെ മറ്റു കൺവെൻഷനും ധ്യാനങ്ങൾക്കൊക്കെ ആയിട്ട്. മാതാവിനോടുള്ള സ്നേഹമാണ് ഈ ക്യൂൻ മേരിയുടെ ആരംഭം. 2004 ഒരു സംഭവം ഉണ്ടായി. യേശുവിന് ജന്മം നൽകാൻ ഏറെ വേദനിച്ച പരിശുദ്ധ കന്യകാമറിയം ഒരു ശുശ്രൂഷ കയ്യിലേൽപ്പിച്ച്. അത് 2004 ഉച്ച കഴിഞ്ഞ ദീർഘനേരത്തെ ഡിവൈനിലൊരു പ്രസംഗം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റിസപ്ഷൻ്റെ ഭാഗത്തെത്തിയപ്പോൾ റിസപ്ഷനിസ്റ്റ് ഓടി വന്ന് പറഞ്ഞു, ബ്രദർ, ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. പനക്കൽ അച്ഛനെ കാണാൻ വന്നതാണ്. അച്ഛനോട് മാത്രമേ മിണ്ടത്തുള്ളൂ എന്ന് പറയുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. നേരം ഇരുട്ടാകുന്ന, അതുകൊണ്ടൊന്ന് കൈകാര്യം ചെയ്യണം. കൗൺസിലിംഗ് റൂമിൽ ചെല്ലാൻ നേരത്തെ കൊച്ചവിടെ ഇരിപ്പുണ്ട്. പേര് ചോദിച്ചു. മേരി എന്ന വാക്കിൽ അവസാനിക്കുന്ന പേര്. എവിടെ നിന്ന് വരുന്നു? ഹൈ റേഞ്ച്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പനും അമ്മയും. അപ്പൻ എന്ത് ചെയ്യുന്ന? എക്സ് സർവീസ്മെന്നാണ്. അമ്മയോ ഹൗസ് വൈഫാണ്, ഹാർട്ട് രോഗിയാണ്. ഞാൻ ഏക മകളാണ്. നീ എന്ത് ചെയ്യണോ? +2 കഴിഞ്ഞു. ഇതെന്തേ വീട്ടിൽ പറയാതെ ഇവിടെ വന്നിരിക്കണത്? അപ്പൻ്റെ നമ്പർ അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് വിളിച്ച് പറയട്ടെ, നീ ഇവിടെ ഉണ്ട്. അവൾ പറഞ്ഞു തരത്തില്ല. പിന്നെ ഒന്നും മിണ്ടണില്ല. മിണ്ടാത്തവളോട് വചനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു പ്രേക്ഷിതനെ വിളിച്ച് ഒരു ചൂട് കാപ്പിയും ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്നുകിൽ ചൂടായിട്ട് മിണ്ടട്ടെ, അല്ലെങ്കിൽ തണുത്ത് മിണ്ടട്ടെ.
ആദ്യം ചൂട് കാപ്പി കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ മിണ്ടി, ഞാനൊരു ഗർഭിണിയാണ്. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല, നാട് കേരളമായതുകൊണ്ട്. ഈ അവസ്ഥയിൽ വരുന്ന പെൺകുട്ടികളെ സിസ്റ്റേഴ്സിൻ്റെ 2 ഹൗസ് അവിടെയുണ്ട്, കറുകുറ്റിയിലും എറണാകുളത്തും. അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ജോർജെ ആരും ഇല്ലേ ഇപ്പം, നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി. ഒരു രാത്രി എന്ത് ചെയ്യും? എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര അനുകമ്പ തോന്നി. മാതാവ് നമുക്ക് നൽകുന്ന വലിയ ഒരു ഗ്രേസാണ് എന്താണ്? വേദനിക്കുന്നവരോട് അനുകമ്പ. അതാണ് എലിസബത്തിനെ സന്ദർശിക്കാൻ പോയതിൻ്റെ പൊരുള്. അനുകമ്പ പറ്റിയിരിക്കണോ മനുഷ്യന്? കാരണം ആർക്കും നഷ്ടപ്പെടാൻ വയ്യ, എല്ലാവരും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. യേശു ഇങ്ങനെ പിടിക്കാനല്ല പഠിപ്പിച്ചത്. ഇങ്ങനെ പിടിക്കുന്നവന് ഒന്നും കിട്ടത്തില്ല, ഒന്നും കൊടുക്കാനും പറ്റില്ല. ഇങ്ങനെ പിടിക്കാനാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗിവ് എന്ന് പറയുന്നത്, ഗിവ് എന്ന് പറയുന്നത്. അത് മണി മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവിതം കൊടുക്കണം, നമ്മുടെ സമയം, കഴിവുകൾ, സാഹചര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ഇങ്ങനൊരു കേസ്, ഞാൻ അവളെ ഇന്ന് രാത്രി വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ, ചേട്ടനൊന്നുകൂടെ അതൊന്നും ചെയ്തോളാൻ പറഞ്ഞു. മനസ്സിലായോ വല്ലതും? തൃശ്ശൂരുകാരിയാണ്. ചേട്ടൻ എന്തുട്ടാ തോന്നുന്നത് അത് ചെയ്തോളാൻ. എന്തുട്ട് തോന്നാനാ? ആ കൊച്ചിനെയും കൊണ്ട് വീടെത്തി. വീട്ടിൽ കുട്ടിപ്പട്ടാളം വെള്ള ചുറ്റും കൂടിയപ്പോൾ അവളുടെ മുഖമൊക്കെ ഇച്ചിരി പ്രസന്നമായി. ഇച്ചിരി ചൂട് കഞ്ഞിയും പപ്പടവും കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഐ വാണ്ട് ടു ടോക്ക് ടു യു ബ്രദർ. ഞാൻ ഇരുന്ന് എൻ്റെ ഭാര്യയും ഇരുന്ന് കേൾക്കാൻ. നല്ല കുട്ടി, പഠിക്കാൻ മിടുക്കി, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അപ്പൻ എക്സ് സർവീസ്മാൻ, അമ്മ എക്സ് സർവീസ്മാൻ ആയതുകൊണ്ട് എല്ലാ മാസവും ഇച്ചിരി കോട്ട കിട്ടും. അത് കുടിച്ച് അമ്മയ്ക്കിട്ടിടി. അമ്മയുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് പിന്നെ അമ്മ സീരിയൽ അഭയം പ്രാപിച്ച് കൊച്ചാകെ കൺഫ്യൂസ്ഡായി. +1 ആയപ്പോൾ ഒരു സ്പോർട്സ് താരമായി. ഇച്ചിരി യാത്ര ആരംഭിച്ചു. ആൺ സൗഹൃദം ഒരാളുണ്ടായി. അത് വളർത്തി അങ്ങനെ അവൾ പ്രഗ്നൻ്റായി. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ചെറുക്കൻ നാടുവിട്ടു, അല്ലെങ്കിൽ ഇരുമ്പടി എണ്ണേണ്ടതായിട്ട് വരും. ആരോടിത് പറയും? ടൈറ്റ് പാൻറ്റും ലൂസ് ടോപ്പൊക്കെ ഇട്ട് അവൾ നടന്ന് 7 മാസം. തിരിച്ചറിവ് കിട്ടി. മൂടി വയ്ക്കാൻ പറ്റാത്തതും മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് ഉദരത്തിൽ വളരുന്നത്. എന്തു ചെയ്യും? വീടിനടുത്തൊരു ഡാമുണ്ട്, അവിടെ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ അവൾ തീരുമാനമെടുത്തു. അന്ന് രാത്രി അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുള്ള 2-3 ഡയറി കുറിപ്പുകളുണ്ട്. ഒരെണ്ണം എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ആ ഡയറി ഞാൻ തുറന്നു നോക്കി. ആദ്യത്തെ പേജിൽ അവൾ എഴുതി വെച്ചിട്ടുണ്ട്, ഗാഡ് ഈസ് ലവ്. താഴെ കുറേ വചനങ്ങൾ. സെക്കൻഡ് പേജ്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. കുറേ വചനങ്ങൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ചില കന്യാസ്ത്രീമാർ കുറേ കുട്ടികളെ ക്രിസ്ത്യൻ ധ്യാനം കൂടിക്കാൻ ഡിവൈനിൽ വന്നപ്പോൾ എഴുതി വെച്ച ഡയറി ആയിരുന്നു അത്. അന്ന് രാത്രി അതിലെ വചനങ്ങൾ വായിച്ച് അത് രാവിലെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഡിവൈൻ ലക്ഷ്യം വെച്ച് വന്നതാ. അവസാനം അപ്പൻ്റെ നമ്പർ തന്നു. അപ്പനെ വിളിച്ചു. അപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്, മകൾ മിസ്സിങ്. ഞാൻ പറഞ്ഞില്ല, അവൾ ഇവിടെയുണ്ട്. അടുത്ത പ്രഭാതത്തിൽ കാര്യമറിയാത്ത അപ്പനും അമ്മയും വീടെത്തി. അവസാനം കാര്യം പറഞ്ഞു, നിങ്ങളുടെ മകൾ ഗർഭിണിയാണ്. വിറച്ചു തുള്ളുന്ന അപ്പൻ, നെഞ്ചത്തിടിയോ ഇടി അമ്മച്ചി. ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയെ ഹാർട്ട് മാറ്റി ഇടിക്കാൻ പറഞ്ഞു, ഹാർട്ട് രോഗിയല്ലേ. പിന്നെ അവരെ ആശ്വസിപ്പിച്ച് അവസാനം ശാപവാക്കുകൾ. ആ കൊച്ചിങ്ങനെ നീറിപ്പുകയുകയാണ്. എൻ്റെ ഭാര്യ എന്നെ തോണ്ടി പറഞ്ഞ്, ചേട്ടാ നമുക്ക് ഇവിടെ നോക്കാം. അങ്ങനെ ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. ഒരു ധ്യാനം കൂടിക്കാൻ കൊണ്ടുപോയി, കൗൺസിലിംഗ് ചെയ്തു, കൊന്ത കെട്ടാൻ പഠിപ്പിച്ച്, മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ഉള്ളിലെ മുറിവുകളൊക്കെ ഉണങ്ങി, കുഞ്ഞിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച്. സമയമെടുത്തപ്പോൾ നല്ലൊരു ആൺകുട്ടിയെ അവൾ പ്രസവിച്ച്. 3-ാം നാൾ ആശുപത്രിയിൽ നിന്ന് വീടെത്തുമ്പോൾ അപ്പനും അമ്മയും ആശുപത്രിയിൽ വന്നില്ല, വീട്ടിൽ വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനിയുടെ കരുണയുടെ മുഖം ഞാൻ കണ്ടു. ആ അപ്പനമ്മയും വീട്ടിൽ വന്ന് ഒന്നേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കാണണ്ട, ഞങ്ങളുടെ മകളെ ഇപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. ചോരക്കുഞ്ഞിനെ എൻ്റെ ഭാര്യയുടെ ഏൽപ്പിച്ച് വീടിൻ്റെ സ്റ്റെയർ കേസ് ഇറങ്ങി 3 തവണ തിരിഞ്ഞു നോക്കി മറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ കൈ നീറുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയൊരമ്മ യാത്ര പറച്ചിലിനിടയിൽ അമർത്തിപ്പിടിച്ചപ്പോൾ അവളുടെ കൈനഖത്തിൻ്റെ പാടുകൊണ്ട നീറ്റലായിരുന്നു ആ നീറ്റൽ ഞങ്ങളുടെ ഹൃദയത്തിലും കയറി. ഞാനൊന്ന് പറയട്ടെ, ആരുടെയെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു നീറ്റലായി വരുമ്പോഴേ നമ്മളിലൊരു ശുശ്രൂഷയുണ്ടാവുകയുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാനം 100 കൂടിയിട്ടും നിഷ്ക്രിയരായിട്ട് ജീവിക്കുക. ആ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ. കർത്താവ് എന്ത് ചെയ്യും? അപ്പോഴാണ് മാതാവിൻ്റെ ഒരു സ്വരം,
ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ അനീ ജോർജ്, ആ വേദന തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ. അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സോറി മാതാവേ, കയ്യിൽ നോക്കിയപ്പോൾ 14 രൂപയുണ്ട്, ഒന്നുമില്ലല്ലോ എന്ന് ആദ്യം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കയ്യിലുള്ളത് നീ കൊടുക്കുമ്പോഴാണ് അത് വർദ്ധിപ്പിക്കുക എന്ന് അനീ ജോർജ് എത്ര പ്രസംഗിച്ചിട്ടുണ്ട്. സോറി കർത്താവേ, 5.25 സെൻറ്റ് സ്ഥലം ഒരു വീടുണ്ട്, പിടിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനും എൻ്റെ 6 മക്കളും കഴിഞ്ഞ 2 കൊല്ലം മുൻപ് വരെ വാടക വീടുകളിലായിരുന്നു താമസിച്ചത്. ഉള്ളത് കൊടുക്കുന്നതാണ് ജീവിതത്തിൻ്റെ മനോഹാരിതയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആമേൻ. ഒരു കൊല്ലം 35 കുഞ്ഞ് കരച്ചിൽ ഞങ്ങളുടെ വീട്ടിൽ. സ്ഥലപരിമിതി. എൻ്റെ ഒരു നല്ല സുഹൃത്തുക്കൾ ചേർന്ന് തൃശ്ശൂരിനടുത്ത് തൈക്കാട്ടുശ്ശേരി ഗ്രാമത്തിൽ 1 ഏക്കർ ലാൻഡ് വാങ്ങിച്ച് തന്നു. ഇപ്പോൾ ഏതാണ്ട് 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഭവനം അവിടെയുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 14 വർഷങ്ങൾ 338 കല്യാണത്തിന് മുൻപ് ഗർഭിണികളായ പെൺകുട്ടികൾക്ക് അഭയം കൊടുത്തു. അവർ പ്രസവിച്ചേൽപ്പിച്ച കുഞ്ഞുങ്ങളെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദത്ത് നൽകുന്ന ഗവൺമെൻറ് അംഗീകാരം തന്നു. അങ്ങനെ 250ാമത്തെ ദത്ത് നൽകുന്നതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. മറ്റു കുറേ കുഞ്ഞുങ്ങളെ അമ്മമാർ തന്നെ തിരിച്ച് കൊണ്ടുപോകും. വലിയ വെല്ലുവിളിയുണ്ട് ഈ ഒരു ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സെൻട്രൽ ഗവൺമെൻറ് റൂൾസും കേരളത്തിലെ ഒരുവിധം അമ്മ കുഞ്ഞുങ്ങളുടെ സ്ഥാപനമെല്ലാം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവം എന്തോ ഇതുവരെ അടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. സ്ട്രഗിളുണ്ട്, നല്ല സ്ട്രഗിളുണ്ട്. സ്റ്റിൽ മുന്നോട്ട് പോകണം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ക്യൂൻ മേരിയെ, മാതാവിൻ്റെ പേരിലാണത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ക്യൂൻ മേരി. അങ്ങനെ ഒരു ശുശ്രൂഷ, പിന്നെ 1-2 ശുശ്രൂഷ കൂടി മാതാവ് അങ്ങനെ മനസ്സിൽ പറയാൻ തുടങ്ങിയിട്ട് 2-3 കൊല്ലങ്ങളായി. ഉടനെ അത് ചെയ്യും എന്ന് മനസ്സ് പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ മുഖം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരുടെ ഉള്ളിലും മാതാവിൻ്റെ സ്നേഹം ഇങ്ങനെ ജ്വലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ദൈവമക്കളെ, നമുക്ക് ഒറ്റ ജീവിതം ഈ ഭൂമിയിലുള്ളൂ. ആ ഒറ്റ ജീവിതം ഏറ്റവും നന്നായി ജീവിക്കുക, പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കുക. ഒരമ്മയെപ്പോലെ നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം മാതാവ് നമ്മെ സഹായിക്കും. മാതൃഭക്തി, യഥാർത്ഥ മാതൃഭക്തിയിൽ വളരുവാൻ ഈ മരിയൻ കൺവെൻഷൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ചേർക്കുക. നിങ്ങളെയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കൊളുത്തുവയൽ സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹവും ആദരവും എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതായിരിക്കാം ഇന്ന് പ്രഗത്ഭരുടെ ഇടയിൽ എന്നെ ഇവിടെ നിർത്താനായിട്ട് ദൈവം ഇടയാക്കിയത്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.